വെറും 3 മാസം കൊണ്ട് മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ കഴിയുമോ? കഴിയും. മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ മാത്രമല്ല, ശരിയായ കാരണം കണ്ടെത്തിച്ച് ചികിത്സിച്ചാൽ മുടിയുടെ കനവും നിറവും കൂട്ടാനും കഴിയും. നമ്മുടെ ക്ലിനിക്കിൽ സാധാരണയായി കാണുന്ന മുടി കൊഴിച്ചിൽ കേസുകളിൽ പ്രധാനമായും 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത് ടീലോജൻ എഫ്ലൂവിയം, രണ്ടാമത്തേത് ആൻഡ്രോജനറ്റിക് അലോപീഷ്യ. ഒന്നാമത്തേത് ടീലോജൻ എഫ്ലൂവിയം എന്നാൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ, സ്ട്രെസ്, ഹോർമോൺ വ്യതിയാനങ്ങൾ തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന മുടി കൊഴിച്ചിൽ. ഇത്തരം കേസുകളിൽ ആദ്യം മുടി കൊഴിച്ചിലിന് കാരണമായ ട്രിഗർ എന്താണെന്ന് കണ്ടുപിടിക്കുന്നതാണ് പ്രധാനം. കാരണമനുസരിച്ചുള്ള ചികിത്സ നൽകുമ്പോൾ ടീലോജൻ എഫ്ലൂവിയം നിയന്ത്രിക്കാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും കഴിയുന്നു. പക്ഷേ മുടി കൊഴിച്ചിൽ കുറഞ്ഞാൽ മാത്രം മതിയോ? മുടിയുടെ കനവും നിറവും പഴയതുപോലെ മെച്ചപ്പെടണം. അതുകൊണ്ട് തന്നെ കാരണത്തിനുള്ള ചികിത്സയോടൊപ്പം ദുർബലമായ ഹെയർ ഫോളിക്കിൾസിന് ബലം കൂടാനുള്ള ചികിത്സയും ചേർന്ന് നൽകുമ്പോൾ മുടിയുടെ കനവും നിറവും മെച്ചപ്പെടാൻ സഹായിക്കുന്നു. 2. ആൻഡ്രോജനറ്റിക് അലോപീഷ്യ. അത് ജനിതകപരമായിട്ടുള്ള ഹെയർ തിന്നിങ് അല്ലെങ്കിൽ കഷണ്ടിയാണ്. ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് DHT അഥവാ ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോണാണ്. ഈ DHTയുടെ സ്വാധീനം കൂടുമ്പോൾ അത് ക്രമേണ ഹെയർ ഫോളിക്കിൾസിനെ ചെറുതാക്കുകയും മുടി നേർത്തതായി വരികയും ചെയ്യുന്നു. അതിനാൽ ഇത്തരം കേസുകളിൽ DHTയുടെ സ്വാധീനം നിയന്ത്രിക്കാനുള്ള ചികിത്സയാണ് നൽകുന്നത്. അതിൻ്റെ കൂടെ തന്നെ ദുർബലമായിട്ടുള്ള ഹെയർ ഫോളിക്കിൾസിനെ മെച്ചപ്പെടുത്തുവാനും അതിനെ എക്സ്പാൻഡ് ചെയ്യുവാനുമുള്ള ചികിത്സയും ഒരുമിച്ച് നൽകുന്നു. ഇതിലൂടെ മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതോടൊപ്പം തന്നെ മുടിയുടെ കനവും നിറവും കൂട്ടാൻ സാധിക്കുന്നു. ശരിയായ കാരണവും ശരിയായ ചികിത്സയും ലഭിച്ചാൽ ഏകദേശം 3 മാസത്തിനുള്ളിൽ തന്നെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടിയുടെ കനവും നിറവും കൂട്ടാനും സാധിക്കുന്നു. നമ്മുടെ ക്ലിനിക്കിൽ ചികിത്സിച്ച ഒരു മെയിൽ പാറ്റേണും ഒരു ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസിന്റെയും ഇമേജസ് ഞാനിവിടെ കാണിക്കാം. അടുത്ത വീഡിയോയിൽ വെറും 2.5 മാസം കൊണ്ട് തന്നെ മുടിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്താണെന്നുള്ള ഒരു റിയൽ പേഷ്യന്റ് ഫീഡ്ബാക്കും കൂടി അപ്ലോഡ് ചെയ്യാം.